ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ SSC GD പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മാത്സിന്റെ ബേസിക് ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റിൽ ഉണ്ടാവുക ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാത്സിന്റെ കാര്യങ്ങളാണ്. വേറൊരു പ്ലേലിസ്റ്റ് കൂടെ നമ്മൾ ഈ ഒരു ചാനലിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് SSC GDയുടെ കഴിഞ്ഞ വർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള പുതിയൊരു പ്ലേലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിലുണ്ടാവുക ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാത്സിന്റെ ബേസിക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഈ ഒരു വീഡിയോ സീരീസിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമുക്കറിയാം കുറേ ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബോർഡ് മാസ് അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഒരു 2-3 ചോദ്യങ്ങൾ വരെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്കിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബോർഡ് മാസ് റൂൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ ബോർഡ് മാസ് അല്ലെങ്കിൽ ബോർഡ് മാസ് എന്നാണ് ഈ ഒരു മാത്സിലെ ടോപ്പിക്കിന്റെ പേര് അല്ലെങ്കിൽ ഈ ഒരു റൂളിന്റെ പേര്. അപ്പൊ ഇവിടെ ഓരോ ലെറ്റേഴ്സിനും ഓരോ അർത്ഥങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ വി എന്ന് പറയുന്നത് വിൻകുലം അല്ലെങ്കിൽ ബാർ ആണ് വി എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ്. അടുത്തത് ഒ ആണ്. ഒ എന്ന് പറയുന്നത് ഓഫ് ആണ്. ഡി എന്ന് പറയുന്നത് ഡിവിഷൻ അല്ലെങ്കിൽ ഹരണം. അടുത്തത് എം ആണ്. എം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനെ സൂചിപ്പിക്കുന്നു, ഗുണനം, ആ സിമ്പിളാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് അഡിഷൻ സൂചിപ്പിക്കുന്നത് പ്ലസ് അല്ലെങ്കിൽ സങ്കലനമാണ്. അടുത്തത് സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എന്ത് പറയും, വ്യവകലനം എന്ന് പറയും. അപ്പോൾ ഈ ഒരു സിമ്പിൾസ് ആണ് ഓരോ ലെറ്റേഴ്സും ഡിനോട്ട് ചെയ്യുന്നത് ഈ ഓരോ വാക്കുകളെയാണ്. അപ്പൊ നമ്മുടെ മാത്സിലെ റൂള് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെയുള്ള എല്ലാ സിമ്പിൾസും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഓർഡറിനെ പറ്റി പറയുന്ന റൂൾ ആണ് ബോർഡ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാത്സിന്റെ പ്രോബ്ലം തന്നു. അപ്പൊ നമുക്ക് ആ ചോദ്യങ്ങൾ എങ്ങനെ വരിക എന്നുള്ളത് നമുക്ക് അടുത്തായിട്ട് പറയാം. അപ്പൊ അതിനു മുന്നേ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് സിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിൻകുലം അല്ലെങ്കിൽ ബാർ ആണ്. അപ്പൊ നിങ്ങൾ എക്സാമിനൊക്കെ കണ്ടിട്ടുണ്ടാവും, ചില ക്വസ്റ്റ്യൻസിലൊക്കെ 2x3 + 2, അപ്പൊ ഇങ്ങനെ ഒരു ബാർ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ബാറിനെയാണ് വിൻകുലം അല്ലെങ്കിൽ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത ബ്രാക്കറ്റ് ആണ്. അതായത് ബ്രാക്കറ്റിനുള്ളിലുള്ള സംഖ്യകളാണ് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഓഫ് ആണ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇൻഡു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അടുത്തതായിട്ട് ഡിവിഷൻ, ഹരണം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അടുത്തതായിട്ട് അഡിഷൻ ചെയ്യണം. അടുത്തതായിട്ട് സബ്ട്രാക്ഷൻ ചെയ്യണം. ഇതാണ് ഈ ബോർഡ് മാസ് എന്ന് പറയുന്ന റൂള് കൊണ്ട് മാത്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഓർഡറിൽ ചെയ്തു പോയാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വളരെ പ്രധാനമാണ്. അതേപോലെ ഒരു 30 വരെ സംഖ്യകളുടെ സ്ക്വയർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതേപോലെ ഒരു 15 വരെ സംഖ്യകളുടെ ക്യൂബും കൂടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഈസി ആയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു 20-30 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചോദ്യം സോൾവ് ചെയ്തിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്നത് 20x30 ഹരിക്കണം, ഡിവിഷനാണ്. പിന്നെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് 7 - 2 + 60. നമുക്ക് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് 150, 660, 187, 450. അപ്പോൾ ഈ ഒരു ഓർഡർ, ഈ ബോർഡ് മാസ് എന്ന് പറയുന്ന ഓർഡർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തന്നെ കിട്ടും. പക്ഷെ അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗുണനപ്പട്ടിക നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ സ്ക്വയറുകൾ, ഡിവിഷൻ, ഇതൊക്കെ വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 20-30 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ ജസ്റ്റ് ഓർഡർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമുക്കറിയാം ഇതിൽ വിൻകുലം വന്നിട്ടില്ല, പിന്നെ വന്നിട്ടുള്ളത് ബ്രാക്കറ്റ് ആണ് അല്ലെ. അപ്പൊ ബ്രാക്കറ്റിന് ഉള്ളിലുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒരു സംഖ്യ തന്നിരിക്കുന്നത് 7 - 2 ആണ്. അപ്പൊ നമുക്കറിയാം ഇതിനുള്ളിലുള്ളത് 7 - 2 എന്ന് പറയുന്നത് 5 ആയി മാറും. അപ്പൊ ഞാനിത് ഒന്നാമത്തെ ചോദ്യം ആയതുകൊണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടെ 20x30 ഹരിക്കണം 7 - 2 എന്ന് പറയുന്നത് എന്താണ്, 5 ആണ്, + 60. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, പ്ലസ് ഉണ്ട് അല്ലെ, അഡിഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. 30 - 5 എന്ന് പറയുന്നത് 6 ആണ് അല്ലെ. അപ്പോൾ 20x6 + 60 എന്നുള്ള ഒരു സ്റ്റെപ്പ് കൂടെ കിട്ടും. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഇനി അടുത്ത് ചെയ്യേണ്ട മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് ചെയ്യുന്ന സമയത്ത് 20x6 എത്രയാണ്, 120 ആണ്,
പ്ലസ് 60 എന്ന് കൂടെ വരും. 120ഉം 60ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 എന്നുള്ള ഉത്തരം കിട്ടും. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് സോൾവ് ചെയ്യുന്നു. അപ്പൊ 7 - 2 നമുക്ക് 5 കിട്ടി. അടുത്തത് ചെയ്യേണ്ടത് ഡിവിഷനാണ് അല്ലെ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അഡീഷനും വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ്. അപ്പൊ നമുക്ക് 30 ഹരിക്കണം 5 6 കിട്ടി. ഇനി ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ 20 × 6 എത്ര കിട്ടി? 120 കിട്ടി. അതിനോടുകൂടെ ബാക്കിയുള്ള 60ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 എന്നുള്ള ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടും. ഓപ്ഷൻ എ എന്നുള്ള ശരിയായിട്ടുള്ള ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത മോഡൽ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം 10 × 10 ഹരിക്കണം 10 വീണ്ടും ഇൻറ്റു 10. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. 1, 100, 10, 1/100. അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ റൂള് പ്രകാരം ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ട് ആദ്യം ചെയ്യാം. 10 ഹരിക്കണം 10. 10 ഹരിക്കണം 10 എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. 10ൽ എത്ര 10 ഉണ്ട്? 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് 10 × 1 × 10 എന്നാണ്. അപ്പൊ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? 10 × 1 10 തന്നെയാണ്. 10 × 10 100 എന്നുള്ള ഉത്തരം കിട്ടും. ശരിയായുള്ള ഉത്തരം ഓപ്ഷൻ ബി. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: 15 + 15 ഹരിക്കണം 5 മൈനസ് 15 ഹരിക്കണം 15 × 15. 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. 23, 13, 17, 3 അങ്ങനെയുള്ള 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോ ഈ ഒരു ചോദ്യം മുതൽ നമുക്ക് ഏകദേശം കൺസെപ്റ്റ് കിട്ടി തുടങ്ങിയെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം മുതൽ ജസ്റ്റ് ചോദ്യം ബോർഡിൽ കാണുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് പോസ് ബട്ടൺ അമർത്തുക. എന്നിട്ട് സ്വന്തമായിട്ട് സോൾവ് ചെയ്തിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഒരു പ്രാക്ടീസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉത്തരം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ 2 ബ്രാക്കറ്റ് വരുന്നുണ്ട്. നമ്മുടെ റൂൾ പ്രകാരം ബ്രാക്കറ്റിന് ഉള്ളിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതുമാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് 15ന് അതേപോലെ തന്നെ എഴുതാം. പ്ലസ് 15 ഹരിക്കണം 5. 15ൽ എത്ര പ്രാവശ്യം 5 പോകും? 3 പ്രാവശ്യമാണ് അല്ലെ. മൈനസ് 15 ഹരിക്കണം 15. 15 ഹരിക്കണം 15 എന്ന് പറയുന്നത് 1 ആണ്. ബാക്കി ഒരു ഇൻറ്റു 15 കൂടെ ബാക്കിയുണ്ട്. ഇനി നമുക്ക് അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. 15 + 3 18 ആണ്. മൈനസ് 15. 18ൽ നിന്നും 15 പോയി കഴിഞ്ഞാൽ നമുക്ക് അവസാനം കിട്ടുന്ന ഉത്തരം 3 എന്നായിരിക്കും. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈ 15ഉം -15ഉം ഇത് ക്യാൻസൽ ആയി പോകും. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 3 എന്നുള്ള ഉത്തരം തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾ എത്രത്തോളം കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുന്നു, എത്രത്തോളം ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് പഠിക്കുന്നു, അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഈ ഒരു സ്റ്റെപ്പിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ കണ്ടുപഠിച്ചാൽ മാത്രം പോരാ, നമ്മളത് സ്വന്തമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ 3 ആണ്. അതായത് ഡി ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ അടുത്ത ചോദ്യങ്ങൾ 2 ചോദ്യങ്ങൾ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ സ്പീഡ് കൂട്ടാം അല്ലെ. നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ വേണ്ടത് അക്യുറസിയും അതിനോടൊപ്പം തന്നെ സ്പീഡും ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടി ചെയ്തു നോക്കാം. അപ്പൊ ഈ ഒരു ചോദ്യം ചെയ്യുന്ന സമയത്ത് ഡിവിഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. 525 ഹരിക്കണം 5. 525ൽ എത്ര പ്രാവശ്യം 5 പോകും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് അത് മാറ്റി ഹരിച്ചു നോക്കാതെ ഇവിടെ തന്നെ ചെയ്യാൻ പഠിക്കുക. ജസ്റ്റ് ഒന്ന് നോക്കാം. 525 ഹരിക്കണം 5 എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അത് മാറ്റി ഹരിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ തന്നെ വെട്ടിക്കളയാൻ നോക്കുക. അപ്പൊ 5ൽ 5 ഒരു പ്രാവശ്യം പോകും അല്ലെ. 2ൽ 5 പോവില്ല. 2ൽ 5 പോകുന്നത് 0 പ്രാവശ്യമാണ്. നമുക്ക് ശിഷ്ടമായിട്ട് 2 തന്നെ വരുന്നുണ്ട്. ഈ 5 കൂടെ വരുന്ന സമയത്ത് ഈ 2ഉം 5ഉം 25 മാറും. അപ്പൊ 25 ഹരിക്കണം 5 5 മാറും. അപ്പൊ 105 എന്നുള്ള ഉത്തരം കിട്ടും. 3 × 8 24 ആണ്. അപ്പൊ 105ഉം 24ഉം ഇത് 3 8 24 105ഉം 24ഉം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 129 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം 129 ആണ്. അപ്പൊ ഇതിങ്ങനെ വളരെ സ്പീഡിൽ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് ഗുണനപ്പട്ടിക മനഃപ്പാഠമാക്കിയാൽ മാത്രമാണ് നമുക്ക് വളരെ സ്പീഡിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അടുത്ത ചോദ്യം വരുന്നത് ഒരു ബ്രാക്കറ്റ് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായും നമ്മൾ അതിനുള്ളിലുള്ള കാര്യം തന്നെ ആദ്യം ചെയ്യണം. 2 + 7 എത്രയാണ്? 9 ആണ്. അപ്പൊ 9ന്ന് 5 പോയാൽ 4 അല്ലെ. 7 2 9. 9ന്ന് 5 പോയാൽ 4. ബാക്കി വരുന്നത് ഒരു ഇൻറ്റു 3 ആണ്. അപ്പൊ നമുക്ക് 4 × 3 ശരിയായിട്ടുള്ള ഉത്തരം 12 എന്ന് കിട്ടും. അപ്പോൾ 12 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങളും GD പരീക്ഷയ്ക്ക് വരും. ഇതിലും വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങളും വരും. ഇത് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ
ഈ ഒരു ചോദ്യം, രണ്ട് ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം 18 പ്ലസ് 4 × 3 - 10 ഹരിക്കണം 5. അപ്പൊ നമുക്കിവിടെ ബ്രാക്കറ്റ് ഇല്ല, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, അതേപോലെ സബ്ട്രാക്ഷൻ, ഡിവിഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഡിവിഷൻ ആണ്. അപ്പൊ 10 ഹരിക്കണം 5 എന്തായി മാറും? 2 ആയിട്ട് മാറും അല്ലെ. 10ൽ 5 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യമാണ്. അപ്പൊ ഈ ഒരു വാല്യൂ 2 ആയിട്ട് മാറും. ഇനി അടുത്ത ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 3 × 4 12, പിന്നെ 18 അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അവസാനം കിട്ടുന്ന, അടുത്ത സ്റ്റെപ്പിൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 18 പ്ലസ് 12 മൈനസ് 2 ആണ്. ഇതെല്ലാം പോയി ഇങ്ങനെ കിട്ടി. അപ്പൊ 18ഉം 12ഉം എത്രയാണ്? 30 ആണ്. 30 മൈനസ് 2 എന്ന് പറയുന്നത് 28 ആണ്. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം 28 ആയിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ സ്റ്റെപ്പിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ 28 എന്നുള്ള ഉത്തരം കിട്ടും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതിനനുസരിച്ചിരിക്കും. അപ്പൊ അടുത്ത ചോദ്യം കൂടെ നോക്കാം. ഇവിടെ -8 മൈനസ് ഓഫ് -5 പ്ലസ് 7 ആണ്. അപ്പൊ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിന് ഉള്ളിലുള്ള കാര്യമാണ്. അപ്പോൾ ഇത് മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ ജസ്റ്റ് അവർക്ക് വേണ്ടി ഒന്ന് പറയാണ്. അപ്പോൾ ഒരു മൈനസ് വാല്യൂവും ഒരു പ്ലസ് വാല്യൂ ഇത് തമ്മിൽ കൂട്ടേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ ഈ ഒരു വാചകം തന്നെ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു മൈനസും പ്ലസും വരുന്ന സമയത്ത് വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിന്റെ സിമ്പൽ വരണം. ഇതൊക്കെ സ്കൂളിൽ പഠിച്ച കാര്യം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് വലിയ സംഖ്യ എന്ന് പറയുന്നത് 7 ആണ്. 7ന്ന് 5 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ആണ് അല്ലെ. ഇവിടെ വലിയ സംഖ്യ എന്ന് പറയുന്നത് 7 ആണ്. 7ന്റെ സിമ്പൽ പ്ലസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 2 ആയിരിക്കും, പ്ലസ് 2 ആയിരിക്കും. ഒന്നും കൂടെ നോക്കുക. -5 പ്ലസ് 7 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾ ചെയ്യുന്ന സമയത്ത് വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കണം. 7ന്ന് 5 കുറയ്ക്കണം. അപ്പൊ നമുക്ക് 2 എന്ന് കിട്ടും. ഇനി വലിയ സംഖ്യ എന്ന് പറയുന്നത് പ്ലസ് 7 ആണ്. അതുകൊണ്ട് ഇതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് 2 ആണ്, അല്ലെങ്കിൽ പ്ലസ് 2 ആണ്. പിന്നെ ബാക്കി വരുന്നത് -8 മൈനസ് 2 ആണ്. അപ്പോൾ ഇതും അതേപോലെ മാത്സിന്റെ ബേസിക് ഒരു റൂളായിട്ട് വരുന്ന കാര്യം വീണ്ടും നമുക്കിവിടെ ആവശ്യമായിട്ട് വരും. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്. അപ്പൊ മൈനസും പ്ലസും ഇവിടെ ഏകദേശം ഒരു ഇൻറ്റു എന്നുള്ള ഫോമിലാണ്. മൈനസ് ഓഫ് പ്ലസ് ആണ്. അപ്പൊ മൈനസും പ്ലസും കൂടി ചേരുമ്പോൾ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം മൈനസ് ആയിരിക്കും. അതേപോലെ മൈനസും കൂടി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം പ്ലസ് ആയിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. മൈനസും പ്ലസും കൂടെ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈനസ് കിട്ടും. മൈനസും കൂടി ഇൻറ്റു ചെയ്യുന്ന സമയത്ത് പ്ലസ് കിട്ടും. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇവിടെ മൈനസും പ്ലസും കൂടെ ഇൻറ്റു ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ -2 എന്നാണ് കിട്ടുക. അപ്പൊ -8 മൈനസ് 2 നമുക്ക് കിട്ടുന്ന ഉത്തരം -10 എന്നായിരിക്കും. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്, ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ചോദ്യം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് സ്വന്തമായിട്ട് സോൾവ് ചെയ്തിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അപ്പോ നമുക്ക് ചോദ്യങ്ങളൊന്ന് നോക്കാം അല്ലെ. 32 × 5 പ്ലസ് 72 ഹരിക്കണം 18 മൈനസ് 12 പ്ലസ് 48 ഹരിക്കണം 3. അപ്പോൾ നമ്മുടെ റൂൾ പ്രകാരം വീണ്ടും ബ്രാക്കറ്റിനുള്ളിലുള്ള തന്നെ ആദ്യം ചെയ്യണം. അപ്പൊ ഈ ഒരു ഭാഗം സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ശ്രദ്ധിക്കുക. 48 ഹരിക്കണം 3 ആണ്. അതാണ് നമ്മൾ ആദ്യം മുതൽ പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 48ൽ 3 പോകുന്നത് 16 പ്രാവശ്യമാണ് അല്ലെ. 16 3 ആണ് 48. അപ്പൊ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 16 ആയി മാറും. 12 പ്ലസ് 16 എത്രയാണ്? 28 ആണ്. 12 പ്ലസ് 16 എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ ഈ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 28 ആയി മാറും. മൈനസ് ഓഫ് 28 നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. മൈനസും പ്ലസും കൂടി ചേരുന്ന സമയത്ത് ഇത് മൈനസ് ആയി മാറും. അപ്പൊ ഇവിടെ -28 വന്നു. ഇനി നമുക്ക് ഈ ഒരു ടേം ഒന്ന് നോക്കാം. അപ്പൊ ബ്രാക്കറ്റ് പോയി. ഇനി ബാക്കിയുള്ളത് ഒരു മൈനസും ഡിവിഷനും പ്ലസും ഇൻറ്റു ആണ്. നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഡിവിഷനാണ്. അപ്പൊ 72ൽ 18 എത്ര പ്രാവശ്യം പോകും, അല്ലെങ്കിൽ 72 ഹരിക്കണം 18 എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ 72ൽ 18 4 പ്രാവശ്യമാണ് പോകുക അല്ലെ. അപ്പൊ അതൊക്കെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതായത് 18 ചേരുമ്പോൾ 36 ആയി മാറും അല്ലെ. 36ൽ 2 18 ഉണ്ട്. 36 ചേരുമ്പോൾ 72 ആയി മാറും. അപ്പൊ 2 36 എന്ന് പറയുമ്പോൾ അതിൽ മൊത്തം 4 18 ഉണ്ടാവും. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ 4 എന്നുള്ള ഉത്തരം കിട്ടും. പ്ലസ് 32 × 5. അപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വാല്യൂ വരുന്ന സമയത്ത് അതിനു വേണ്ടി മാറ്റി എഴുതിയിട്ട് 32 × 5 എന്നുള്ള ഒരു ക്രിയ ചെയ്യാൻ നിൽക്കരുത്. അതൊക്കെ നമ്മുടെ സമയം നഷ്ടമാവുന്ന കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ സംഖ്യകളെ കാണുക. 32 × 5. അപ്പൊ 32 × 5 ചെയ്യുന്നതിന് പകരം 30 × 5 ചെയ്യുക. 30 × 5 നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. 30 × 5 എന്ന് പറയുന്നത് 150 ആണ്
അല്ലെ. 3 5 15 അപ്പൊ 35 150 ആയിരിക്കും. അപ്പോൾ ഒരു 2 5 കൂടെ ഉണ്ട് അല്ലെ. 35 150, 2 5 കൂടെ വരുന്ന സമയത്ത് അത് 160 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ 160 എന്നുള്ള ഒരു വാല്യൂ കിട്ടും. ഇനി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. 160ഉം 4ഉം കൂട്ടുന്ന സമയത്ത് നമുക്ക് 164 എന്ന് കിട്ടും. 164 ഇനി 28 കുറയ്ക്കണം. 164 28 കുറയ്ക്കണം. ഇതും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. 164 ആദ്യം 20 കുറയ്ക്കുക. അപ്പൊ 164 20 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് 144 കിട്ടും. 144 ഒരു 8 കൂടെ കുറയ്ക്കാനുണ്ടല്ലേ. അപ്പൊ 144 8 കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് 136 എന്നുള്ള ഉത്തരം കിട്ടും. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി, 136 ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ അത് എങ്ങനെയാണ് സോൾവ് ചെയ്തത്? നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ സ്റ്റെപ്പിക്ക് തന്നെ എത്താൻ സാധിക്കും. ഇത്ര വലിയ ലെങ്തി ആയിട്ടുള്ള ചോദ്യമാണെങ്കിൽ പോലും നമുക്കൊരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന് വേറെയും കുറെ കുറുക്ക് വഴികളുണ്ട്. ഓപ്ഷനിൽ എടുത്ത് എഴുതാനുള്ള കുറുക്ക് വഴികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും ആദ്യം പഠിക്കണ്ട. അതൊക്കെ നമുക്ക് അവസാനം ഒരു 10-50 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 100 ചോദ്യങ്ങളൊക്കെ സ്വന്തമായി പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഓപ്ഷനിൽ എടുത്ത് എഴുതാനുള്ള ട്രിക്കുകളൊക്കെ നോക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കാം. അടുത്ത ചോദ്യം 16 × 4 - 48 + 10 ഹോൾ ഡിവൈഡ് ബൈ 8 + 25 ഹരിക്കണം 5. ഓപ്ഷൻസ് നോക്കുക. 4 2 7 16. അപ്പൊ ഇവിടെ നോക്കൂ. ക്വസ്റ്റ്യൻസ് വളരെ ലെങ്തി ആണ്. ഒരു ഡിവിഷനൊക്കെ തന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഉത്തരം വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരങ്ങളാണ്. അപ്പൊ അതിന് അർത്ഥം ഇതൊക്കെ ഈസി ആയിട്ട് മേലെയും താഴെയും വെട്ടിക്കളയാൻ പറ്റും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു പോവുക. ഇവിടെ മേലെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്, താഴെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ മേലെയുള്ള ക്രിയകൾ മൊത്തം ചെയ്തിട്ട് അതേപോലെ താഴെയുള്ള വാല്യൂസ് ചെയ്തിട്ട് ഒരു മേലെയും താഴെയും 2 വാല്യൂസ് കിട്ടും. ഇത് രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടും. അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ കണക്ക് വരുന്ന സമയത്ത് ഇവിടെ 2 ബ്രാക്കറ്റുകൾ ഉണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് വേണം ചോദ്യങ്ങൾ ചെയ്യാൻ. അപ്പൊ ഇവിടെ ചെയ്യുന്ന സമയത്ത് 16 × 4 വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. 16 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 10 4 40 6 4 24 അപ്പൊ 40ഉം 24ഉം ചേരുന്ന സമയത്ത് 64 എന്നുള്ള ഉത്തരം കിട്ടും. എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കിക്കൂ. 10 4 40 6 4 24 അപ്പൊ 40 24ഉം ചേരുന്ന സമയത്ത് 64 എന്നുള്ള ഒരു വാല്യൂ കിട്ടും. -48 + 10 ഡിവൈഡഡ് ബൈ ഇവിടെ വരുന്നത് 8 ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ് അല്ലെ. അപ്പൊ 25 ഹരിക്കണം 5 എന്ന് പറയുന്നത് 5 ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ ഉണ്ട്. അപ്പൊ 8 + 5 എന്നുള്ള ഉത്തരം കിട്ടും. ഇനി ചെയ്യേണ്ടത് 64 - 48 + 10 അപ്പൊ ഇതാണ് എല്ലാവർക്കും വളരെ ഒരു തെറ്റാൻ സാധ്യതയുള്ള ഒരു സ്റ്റെപ്പ് ഇതാണ്. അപ്പോ 48ഉം 10ഉം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോർഡ് മാസ് റൂളിൽ ആദ്യം അഡീഷൻ ആണ് ചെയ്യേണ്ടത്. സബ്ട്രാക്ഷൻ മുന്നേ ആദ്യം അഡീഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും വരുത്തുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഈ 48ഉം 10ഉം കൂടെ കൂട്ടാൻ ശ്രമിക്കും. അപ്പൊ 48ഉം 10ഉം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 58 ആയിരിക്കും. അപ്പൊ അത് ഉത്തരം അവസാനം തെറ്റുകയാണ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 48 അല്ല -48 അല്ലെ. അപ്പൊ -48ഉം + 10ഉം കൂടിയാണ് കൂട്ടേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൈനസും പ്ലസും കൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം? വലിയ വാല്യൂ 48 അതിൽ നിന്നും ചെറിയ വാല്യൂ 10 കുറയ്ക്കണം. അപ്പൊ 48ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 38 ആയിരിക്കും അല്ലെ. 38 കിട്ടുക. പക്ഷെ വലിയ വാല്യൂവിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് മൈനസ് ആണ്, -48 അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 64 - 38 ഡിവൈഡ് ബൈ 8ഉം 5ഉം 13 എന്നാവും കിട്ടുക. 64ൽ നിന്ന് 38 പോയാൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക 26 ഡിവൈഡ് ബൈ 13. അപ്പൊ 26ൽ 13, 26ഉം 13ഉം നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. കാരണം 2 13 26. അപ്പൊ മേലെയുള്ള 13ഉം താഴെയുള്ള 13ഉം ക്യാൻസൽ ആയി പോകുന്ന സമയത്ത് 26ൽ 13 2 പ്രാവശ്യം പോകും. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 2 ആയിരിക്കും. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി, 2 എന്നായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. മിക്കവാറും പേര് തെറ്റിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ എക്സാം ഹാളിൽ പോകാൻ പാടുള്ളൂ കേട്ടോ. ഒരിക്കലും ചിലപ്പോൾ ഈ ഒരു വാല്യൂ തെറ്റും. ഈ ഒരു വാല്യൂ തെറ്റിയിട്ട് നമുക്ക് ചിലപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഉത്തരം തന്നെ കിട്ടും. ചിലപ്പോൾ ആ ഒരു ഉത്തരം ഇതിലില്ലെങ്കിൽ തന്നെ നമ്മൾ ഏതെങ്കിലും തെറ്റുത്തരം മാർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ സമയം പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം
8 × 45 ഹരിക്കണം 6 ഓഫ് 3 - 12. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ചോദ്യത്തിൽ ഒരു ഓഫ് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ബ്രാക്കറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് ആദ്യമായി ചെയ്യേണ്ടത് ഓഫാണ്. നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഓഫ് എന്ന് പറയുന്ന ഏകദേശം ഇൻറ്റു അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് 6 ഓഫ് 3 എന്ന് ഉദ്ദേശിക്കുന്നത് 18 ഇൻറ്റു 3 എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 6 × 3 18 എന്ന് കിട്ടും. അപ്പൊ നമുക്കതൊന്ന് മാറ്റി എഴുതാം. 8 × 45 ഇവിടെ ഹരിക്കണം എന്നുള്ള സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു എളുപ്പം മനസ്സിലാവുന്ന തരത്തിൽ നമുക്ക് ഹരിക്കണം എന്നുള്ളതിന് ഇങ്ങനെ എഴുതാം. 6 ഓഫ് 3 എന്ന് പറയുന്നത് 18 -12. ഇനി ഇവിടെ വെട്ടി ചെറുതാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ 45 ഉണ്ട്, ഇവിടെ 18 ഉണ്ട് അല്ലെ. അപ്പോൾ നമുക്കിവിടെ കോമൺ ആയിട്ട് പോകുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. 45 9 വരുന്നുണ്ട്, 18 9 വരുന്നുണ്ട്. അപ്പോൾ 18 2 9 വരുന്നുണ്ട്, 45 5 9 വരുന്നുണ്ട്. ഇനി ഇവിടെ 8 ഉണ്ട്, താഴെ ഒരു 2 ഉണ്ട്. അപ്പൊ 8 ഹരിക്കണം 2, ഈ ഡിവൈഡഡ് ബൈ എന്നുള്ള സിമ്പിള് ഇത് എല്ലാത്തിനും ബാധകമാണ്. അപ്പൊ 8 ഹരിക്കണം 2 എന്ന് പറയുന്നത് എന്തായി മാറും? 4 ആയി മാറും. ബാക്കിയുള്ള എന്താണ്? 4 × 5. 4 × 5 എന്ന് പറയുന്നത് 20 ആണ്, -12. 20 -12 എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ നമുക്ക് ഉത്തരം ഓപ്ഷൻ എ 8 എന്ന് കിട്ടും. അപ്പൊ ജസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ശ്രദ്ധ പോകുന്നത് നല്ലതാണ്. ബോർഡ് മാസിന്റെ റൂൾ പ്രകാരം ഓഫ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റായിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2 ÷ 2 + 0.2 -2.02 ഹോൾ ഡിവൈഡ് ബൈ 2 × 0.91. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഇങ്ങനത്തെ ഒരു ചോദ്യം കണ്ടാൽ തന്നെ മിക്കവാറും പേര് അത് സ്കിപ്പ് ചെയ്ത് പോവാണ് ചെയ്യുക. അല്ലാത്തവര് ചിലപ്പോൾ ഒന്ന് ചെയ്യാൻ ശ്രമിക്കും, കുറച്ചു നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടാതാവുന്ന സമയത്ത് അത്രയും സമയവും നമ്മുടെ അടുത്ത് വേസ്റ്റ് ആവും. അടുത്ത ചോദ്യത്തിലേക്ക് സ്കിപ്പ് ചെയ്ത് പോവാണ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും മിക്കവാറും 3 1 അല്ലെങ്കിൽ 2 4 3 1 2 4 ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഉത്തരം തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഓപ്ഷൻസ് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വളരെ എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആയിരിക്കും ഇവിടെ കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ശരിക്കും ഈ ഒരു വാല്യൂ ഇത് ചെയ്താൽ തന്നെ നമുക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടും. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇവിടെ 0.2 -2.02 ആണ്. അതായത് ചെറിയൊരു സംഖ്യയിൽ നിന്നും വലിയൊരു സംഖ്യ കുറയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് തന്നെ നോക്കാം. ഇതൊരു പ്ലസ് വാല്യൂ ആണ്, ഇതൊരു മൈനസ് വാല്യൂ ആണ്. അപ്പൊ ഒരു പോസിറ്റീവ് സംഖ്യയും നെഗറ്റീവ് സംഖ്യയും വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ സിമ്പിൾ ഇടണം. ഇവിടെ വലിയ സംഖ്യ എന്ന് പറയുന്നത് 2.02 ആണ്, അതിന്റെ സിമ്പിൾ മൈനസ് ആണ്. അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ തുടങ്ങുകയാണ്. 2.02 അതിൽ നിന്നും 0.2 കുറയ്ക്കണം. അപ്പൊ ഇതിൽ നിന്നും 0.2 കുറയ്ക്കുന്ന സമയത്ത് ദശാംശ സംഖ്യകൾ കുറയ്ക്കുന്ന രീതികളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ കുറയ്ക്കുന്ന സമയത്ത് അപ്പോൾ 0.2 കഴിഞ്ഞിട്ട് നമുക്കൊരു 0 ഇട്ട് കൊടുക്കാം അല്ലെ. ഇവിടെ വാല്യൂ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പൊ 2ൽ നിന്നും 0 പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുക 2 ആണ്. അടുത്തത് 0ൽ നിന്നും 2 കുറയ്ക്കണം അല്ലെ. 0ൽ നിന്ന് 2 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് 1 കടം എടുക്കും അല്ലെ. ഇവിടെ നിന്ന് 1 കടം എടുക്കുന്ന സമയത്ത് ഇത് 1 ആയി മാറും. ഇവിടെ 1 വരും. അപ്പോൾ 1 അല്ല 10 വരും. ഇവിടെ നിന്ന് 1 കടം എടുക്കുന്ന സമയത്ത് ഈ 0 കൂടി ഇത് 10 ആയി മാറും. 10ൽ നിന്നും 2 ആണ് കുറയ്ക്കേണ്ടത്. 10ൽ നിന്ന് 2 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ 8 എന്ന് കിട്ടും. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ 1 ആണ് ബാക്കിയുള്ളത്. 1 നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കടമെടുത്തു. അപ്പൊ ഇവിടുന്ന് 1ൽ നിന്ന് 0 ആണ് കുറയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ 1 എന്നുള്ള ഉത്തരം കിട്ടും. 1ൽ നിന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ വരുന്നത് 1 ആയിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കൂടെ ശ്രദ്ധിക്കണം. വലിയ സംഖ്യ ഇവിടെ നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ ഇവിടെ -1.82 എന്നായിരിക്കും ഉത്തരം വരിക. അപ്പൊ നോക്കൂ, 2 വരുന്നുണ്ട്, ഡിവൈഡ് ബൈ 2 ഇത് മൈനസ് വാല്യൂ ആണ് കിട്ടുക. അപ്പൊ നമുക്കിവിടെ -1.82 ഡിവൈഡഡ് ബൈ 2 × 0.91. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ഈ ഒരു വാല്യൂയും സെയിം ആയിരിക്കും. കാരണം 0.91ന്റെ ഇരട്ടി, അതായത് 0.91ഉം 0.91ഉം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.82 തന്നെയായിരിക്കും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മേലെയും താഴെയുള്ള വാല്യൂസ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ വരുന്നത് എന്താണ്? 1 ആയിരിക്കും അല്ലെ. മേലെയും താഴെയും ഒരേ വാല്യൂ വന്നു കഴിഞ്ഞാൽ അവിടെ ഉത്തരം 1 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 / 2 - 1. 2ൽ നിന്നും 1 പോയി കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? 1 ആണ്. അപ്പൊ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2/1 അല്ലെങ്കിൽ 2 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി 2 ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്.
നമുക്ക് എത്രത്തോളം മാത്സിൽ സ്പീഡ് കിട്ടുന്നുണ്ടോ അത്രത്തോളം നമുക്ക് സ്റ്റെപ്പ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇപ്പൊ ഈ ഒരു 2 സ്റ്റെപ്പ് ചെയ്യാനും നമുക്ക് അധികം സമയമൊന്നും എടുക്കില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എവിടെ കണ്ടാലും ഒന്ന് ചെയ്തു നോക്കുക, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചെയ്തു നോക്കുക. അപ്പൊ നമുക്ക് എക്സാമിന്റെ സമയത്ത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അത്യാവശ്യം കുറച്ച് ആവറേജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കി. അപ്പൊ നമുക്ക് ഒന്നും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നു നോക്കാം. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ ചെയ്ത ചോദ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മളിത് ശരിക്കും തുടങ്ങിയത് ആദ്യത്തെ ചോദ്യങ്ങളൊക്കെ ഈ ഒരു ലെവലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇത് കാണുന്ന സമയത്ത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തോന്നും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ ഹയർ ലെവലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പൊ ഇതിലും ഹയർ ലെവലായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ജസ്റ്റ് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായി മാറിയിട്ടുണ്ടാവും പോലെ എല്ലാവരും ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, അതേപോലെ സബ്ട്രാക്ഷൻ. അപ്പോൾ 8 × 3 24 ആണ്. ഇത് 24 മാറി. +5, 24 5 29 ആണ്. 29 2 പോയി കഴിഞ്ഞാൽ -2 എത്രയാണ്? 27 എന്നുള്ള ഉത്തരം കിട്ടും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഇവിടെയും മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ 6 7 എത്രയാണ്? 6 7 42 ആണ്. +2 × 3 6 ആണ്. അപ്പൊ 42 മാറും, 48 എന്നുള്ള ഉത്തരം കിട്ടും. ചോദ്യം 15 - -25 ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒരു മൈനസ് വരുന്നുണ്ട്. +12 ഹോൾ ഡിവൈഡ് ബൈ -4 എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ റൂള് മൈനസ് ഇൻറ്റു മൈനസും മൈനസും ചേരുന്ന സമയത്ത് ഇത് പ്ലസ് ആയി മാറും. അപ്പൊ 15 + 25 അല്ലെ, മൈനസും മൈനസും പ്ലസ് ആണ്. 15ഉം 25ഉം കൂടി ചേരുന്ന സമയത്ത് ഇത് 40 ആയി മാറും. +12 40ഉം 12ഉം എത്രയാണ്? 52 എന്നുള്ള ഉത്തരവും കിട്ടുക ബൈ -4. അപ്പൊ 52ൽ 4 എത്ര പ്രാവശ്യം പോകുന്നതാണ് ചോദ്യം. ഇവിടെ ഒരു മൈനസ് സിമ്പിൾ ഉണ്ട്, അത് ശ്രദ്ധിക്കുക. 52ൽ 4 പോകുന്നത് 13 പ്രാവശ്യമാണ് അല്ലെ. 10 4 40 ആണ്, 3 4 12 ആണ്. അപ്പോൾ 52 ആയി മാറി. 52ൽ 13 പ്രാവശ്യമാണ് പോവുക. പക്ഷെ ഇവിടെ ഒരു മൈനസ് സിമ്പിൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം -13 എന്നായിരിക്കും. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം -13 എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ വെട്ടിക്കളഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജിൽ എത്തിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ചോദ്യം ജസ്റ്റ് ഒന്ന് നോട്ടിൽ എഴുതി നോക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ വേറൊരു സ്റ്റെപ്പ് എഴുതാതെ ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള സംഖ്യയാണ്. 3 - 2 1 ആണ്. അപ്പോൾ വളരെ സിമ്പിളായി മാറി. ഇത് 1 ആയി മാറി. 1 × 5 എത്രയാണ്? 5 തന്നെയാണ്. അപ്പോൾ അവിടെ വലിയൊരു വാല്യൂവിൽ ഒരു വ്യത്യാസം വരുന്നില്ല അല്ലെ. അപ്പൊ 25 ഹരിക്കണം 5. 25 ഹരിക്കണം 5 എന്ന് പറയുന്നത് 5 ആണ്. ഇതെന്തായി മാറി? 5 ആയി മാറി. അപ്പൊ 5 + 5 10. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 × 1 ചെയ്യാം, അതിൽ വലിയ കാര്യമില്ല. 5 തന്നെയാണ് കിട്ടുക. അപ്പൊ 5 5 10 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. അടുത്തതായിട്ട് ഈ ഒരു വാല്യൂ ആണ് ആദ്യം ചെയ്യേണ്ടത്. ഡിവിഷൻ ആണ്. 36 ഹരിക്കണം 4. 36 ഹരിക്കണം 4 എന്ന് പറയുന്നത് 9 ആണ് അല്ലെ. അപ്പൊ 9 × ഇത് 9 ആണ്. 9 × 9 81 +9 -9. അപ്പൊ നമുക്ക് ഇവിടെ വളരെ എളുപ്പത്തിൽ +9ഉം -9ഉം വെട്ടിക്കളയാം അല്ലെ. ഇത് രണ്ടും ഈക്വൽ വാല്യൂ ആണ്, ഈക്വലിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 81 ആയിരിക്കും. 81 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം 6 + 8 × ബ്രാക്കറ്റിനുള്ളിൽ 4 + 3 ഹരിക്കണം 2 × 7 - 3. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ ഫോളോ ചെയ്യാം. ആദ്യം നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ചെയ്യുന്നു. അതായത് 6 + 8 × 4 + 3 ആണ്. 4 + 3 എന്ന് പറയുന്നത് 7 ആണ്. ഡിവൈഡ് ബൈ 2. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് 7 - 3 ആണ്. അപ്പൊ ഇവിടെ ഇൻറ്റു ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റെപ്പിലൊന്നും സ്റ്റക്കായി പോകരുത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പൊ നമുക്ക് 7 ഹരിക്കണം 2 ആണ് അല്ലെ. 7 ഹരിക്കണം 2ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതാണ്. 7 ഹരിക്കണം 2. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 7നെ 2 കൊണ്ട് ഹരിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ ഒരു വാല്യൂ കൂടെ കൊണ്ടുവരാം. 7 - 3 എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ചെയ്യുന്ന സമയത്ത് ഇത് 4 ആയി മാറും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ വാല്യൂ പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് ഇതെന്തായി മാറും? ഇൻറ്റു 4 എന്നായി മാറും അല്ലെ. അപ്പൊ നമുക്ക് ഇതാണ് ടോട്ടൽ ആയിട്ട് വരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇതാണ് എന്തൊക്കെ ചെയ്തു എന്നൊന്നും കൂടെ പറയാം. 6 അതേപോലെ എടുത്തെഴുതി. 4 + 3 7 ആക്കി എഴുതി. ഇവിടെ 7 - 3 4 ആക്കി എഴുതി. ഇവിടെ ഹരിക്കണം 2 എന്നുള്ള വാല്യൂവിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഡിവിഷൻ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിവിഷൻ എന്നുള്ള ഈ ഒരു സിമ്പിൾ ഈ 3 എണ്ണത്തിനും അപ്ലിക്കബിൾ ആണ്. കാരണം ഇതിന്റെ ഇടയിൽ ഇൻറ്റു വരുന്നത് കൊണ്ട് മൊത്തത്തിലാണ് ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കൺഫ്യൂഷൻ ആവാൻ നിൽക്കരുത്.
7 ഹരിക്കണം 2 3.5 എന്ന് എഴുതിയിട്ട് തുടരാൻ നിൽക്കരുത്. നമുക്ക് ഉത്തരം ശരിയായിട്ട് തന്നെയാണ് കിട്ടുക, പക്ഷെ ഒരുപാട് സമയം എടുക്കും. അപ്പൊ അതിനെക്കാട്ടിയും നല്ലത് നമുക്കിവിടെ 2നെ നമുക്ക് ഇവിടെ 8 കൊണ്ട് വെട്ടിക്കളയാം അല്ലെ. 8ൽ 2 4 പ്രാവശ്യം ആണ് പോവുക. പിന്നെ നമുക്ക് ജസ്റ്റ് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 4 4 16. അപ്പൊ ഇത് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 4 4 16 എന്ന് കിട്ടും. ഒരു 7 കൂടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ 16 7. അപ്പൊ അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. 16 7 നമുക്ക് അടുത്തത് കാണേണ്ടത് അല്ലെ. 10 7 70 അല്ലെ. 10 7 എത്രയാണ്? 70. ഇനി 6 7 കൂടെ ഉണ്ട്. അപ്പോൾ 6 7 എന്ന് പറയുന്നത് 42. അപ്പൊ 70 42 70 42 112 എന്നുള്ള വാല്യൂ കിട്ടും. ജസ്റ്റ് ഒന്നുകൂടെ പറയുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 2ഉം 8ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ നമുക്ക് 4 എന്നുള്ള ഉത്തരം കിട്ടി. 4 4 16 16 7. 16 7 എന്ന് പറയുന്നത് 10 7 70 6 7 42 എന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ 70 42 112 എന്നുള്ള ഉത്തരം കിട്ടി. 112 മാറും 118 എന്നുള്ള ഉത്തരം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇത് ചെയ്താലും, അപ്പൊ ഇത് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഗുണിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുക. പക്ഷെ ഓരോ സ്റ്റെപ്പ് നമ്മൾ മാറ്റി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്നും 10 15 സെക്കൻഡാണ് നഷ്ടമാവുക. അപ്പൊ ആ നഷ്ടമാവുന്ന സമയം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഷോർട്ട് കട്ടുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇവിടെയും വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് ബൈ ഹാർട്ട് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം 9 - 5 ഹരിക്കണം ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 8 - 3 × 2 + 6. അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യം വീണ്ടും നമുക്ക് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ആദ്യം ചെയ്യാം. ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ആദ്യം ചെയ്യുന്ന സമയത്ത് 8 - 3 5 എന്ന് കിട്ടും. പിന്നെ ബാക്കി എന്താണ്? 5 ഹരിക്കണം 5 ആണ്. അപ്പൊ 5 ഹരിക്കണം 5 എന്ന് പറയുന്നത് എന്തായി മാറും? 1 ആയി മാറും. ജസ്റ്റ് ഞാനൊന്ന് മാറ്റി എഴുതാണ്. 9 - 5 ഹരിക്കണം 5 × 2 + 6. അപ്പോ ഇതെന്തായി മാറും? ഇത് 1 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പൊ 9 - 1 × 2. 1 × 2 എത്രയാണ്? 2 തന്നെയാണ്. +6 എന്ന് കിട്ടും. 9 - 2 7 7 + 6 13. അപ്പോ നമുക്ക് ആദ്യം വേണമെങ്കിൽ അഡിഷൻ തന്നെ ചെയ്യാം. അത് എങ്ങനെ ചെയ്താലും ഈ ഒരു സ്റ്റെപ്പ് ഒന്നും വലിയ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഉത്തരം തന്നെയാണ് കിട്ടുക. പക്ഷെ ഈ മൈനസ് മറക്കരുത്. -2ഉം +6ഉം ചേരുന്ന സമയത്ത് വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുക. അതായത് 6ന്ന് 2 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഇവിടെ വലിയ സംഖ്യയുടെ ചിഹ്നം പ്ലസ് ആണ്. അപ്പൊ +4 ആണ് കിട്ടുക. ബാക്കിയുള്ളത് എന്താണ്? +9 +4. +9ഉം +4ഉം കൂടി ചേരുന്ന സമയത്ത് 13 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പൊ നിങ്ങൾ ഏത് വഴിയിൽ പോയാലും നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് ശരിയാണെങ്കിൽ അവസാനത്തെ ഉത്തരം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ തന്നെയാണ് കിട്ടുക. അടുത്ത ചോദ്യം 50 ബ്രാക്കറ്റിനുള്ളിൽ 10 + 3 - 2 × 4 ഹോൾ ഡിവൈഡ് ബൈ 5 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്യുന്നു. 10 + 3 നമുക്ക് അതിന് മുന്നേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 2 × 4 എത്രയാണ്? -2 × 4 8 ആണ്. 2 × 4 8 -8 അല്ലെ. മൈനസും പ്ലസും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -8 എന്നുള്ള ഉത്തരം കിട്ടും. പിന്നെ ഇവിടെ 10 + 3 13 ആണ്. 13 - 8 5 ആണ് കിട്ടുക അല്ലെ. അപ്പോൾ 50 - 5 താഴെയും 5. അപ്പോൾ 5/5 എത്രയായി മാറി? 1 ആയി മാറി. ബാക്കിയുള്ളത് എന്താണ്? 50 - 1 ആണ്. 50 - 1 എന്ന് പറയുന്നത് 49 ആണ്. 49 ആണ് ശരിയായിട്ടുള്ള ഉത്തരം കിട്ടുക. അപ്പൊ നമ്മൾ ഇന്ന് കുറെ ചോദ്യങ്ങൾ പഠിച്ചു. ഒരു ബേസിക് ടു ആവറേജ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് പഠിച്ചത്. SSC GD പരീക്ഷയുടെ ഒരു പ്രത്യേകത നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ബേസിക് ചോദ്യങ്ങൾ മുതൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരെ ചോദിക്കുന്ന ഒരു എക്സാമാണ് SSC GD പരീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത്, ഒരു ബേസിക് ടു ആവറേജ് വരുന്ന ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ ഇട ഉണ്ടാക്കരുത്. അഡ്വാൻസ്ഡ് ചോദ്യങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കും. പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഈ ഒരു ടോപ്പിക്കിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ പുതിയൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട്, അഡ്വാൻസ്ഡ് വേർഷൻ എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനു മുന്നേ ആയിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ ഈ ടോപ്പിക്കിനെ പറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം ഒന്ന് ചെയ്തു നോക്കുക. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 14 20 0 ഇതാണ് ഓപ്ഷൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ആയിട്ട് ഇടുക. നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഈ ടോപ്പിക്കിൽ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടെ ഞങ്ങളൊന്ന് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ ഉടനെ തന്നെ കാണാം.